നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. പുതിയ വിശേഷം എന്താണെങ്കിലേ നമ്മുടെ എല്ലാവരുടെയും ഭയങ്കരമായ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ടർബോ. മിഥുൻ മാനുവൽ തോമസ് എഴുതി വൈശാഖ സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ പുറത്തിറങ്ങാൻ പോകുന്ന സിനിമ. ഈ സിനിമയുടെ ആദ്യം പറഞ്ഞിരുന്നത് മെയ് ആദ്യവാരമായിരുന്നു സിനിമ റിലീസ് എന്ന് പറഞ്ഞിരുന്നത്. അതോ മെയ് 13 മറ്റോ ആയിരുന്നു. അങ്ങനെ സിനിമ നീണ്ടുപോവുകയും അടുത്ത മാസം, അതായത് മെയ് കഴിഞ്ഞ് ജൂൺ 2ാമത്തെ ആഴ്ചയിൽ വരുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിഷമിച്ചു. കാരണം മഴക്കാലമാണ് അല്ലേ, എല്ലാവർക്കും അറിയാം മഴക്കാലമാണ്. അപ്പോൾ എല്ലാവരും കുറേ വിഷമിച്ചു. മഴക്കാലമായത് കൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. കാരണം സ്കൂൾ തുറക്കുന്നു, മഴക്കാലമാണ്, ആകെ തിക്കും തിരക്കിൽ അഹളയുടെ ഇടയിൽ സമയത്തിൽ വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്തോന്നറിയില്ല അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ലായിരുന്നു. പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള വന്നിരുന്ന സിനിമകൾ ആവേശം, അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേശ്, അതിനുശേഷം ഇപ്പോൾ വന്ന പവി കെയർ ടേക്കർ, ഇപ്പോൾ നാളെ വരാൻ പോകുന്ന നിവിൻ പോളിയുടെ പുതിയ ഇന്ത്യ എന്നിട്ട് സിനിമയുടെ പേര് ഭയങ്കര പേര് മെയ്ഡ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സിനിമ. അപ്പോൾ ഇതൊക്കെ വരും. അങ്ങനെ കുറേ സിനിമകൾ തിക്കുമുട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് കൊളാവുണ്ടെന്ന് വെച്ചിട്ടാണ് മമ്മൂക്ക സിനിമ റിലീസ് നീട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്ത മാസത്തേക്ക് റിലീസ് നീട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമകളൊക്കെ ചൊവ്വില്ല എന്ന് മനസ്സിലായപ്പോൾ, അതായത് ആവേശം മാത്രമേ സിനിമകളിൽ വിജയിച്ചുള്ളൂ, ബാക്കിയുള്ള സിനിമകളൊക്കെ പരാജയപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം അത്യാവശ്യം ഞെക്കിഞ്ഞരളി ഇങ്ങനെ പോയി. എന്നാലും അത്ര തുടക്കത്തിൽ വിചാരിച്ച പോലെ വിജയിച്ചില്ല. വലിയ പൊളിയായിരുന്നു. കാരണം ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനൊക്കെ വിചാരിച്ചു വമ്പം വിജയമാവെന്ന് വിചാരിച്ചു. പ്രണവ് മോഹൻലാലിൻ്റെ വേഷം കെട്ടിച്ചിട്ട് ഇറക്കാൻ നോക്കിയതാണ്. പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. സിനിമയൊന്നും കാര്യമായിട്ട് വിജയിച്ചില്ല. ആ സിനിമ 50 കോടി പോലും കണക്ട് ആയില്ല ഇതുവരെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുറേ വീഡിയോയുടെ ഇടയിൽ കുറേ വന്നത് ഇങ്ങനത്തെ കുറേ ലാലേട്ടൻ ഫാൻസിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് വലിയ വലിയ വാചകം അടിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടേക്ക് പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടായി. അങ്ങനെ ആവേശം വിജയം നേടി ഏകദേശം ഒരു 6-7 ദിവസം കൊണ്ട് തന്നെ 50 കോടി കടന്നു. ഇപ്പോൾ അത് കഴിഞ്ഞൊരു 10-12 ദിവസം വയ്ക്കും അത് 100 കോടി കടന്നു. അങ്ങനെ വലിയ രീതിയിൽ വിജയിച്ചു ആവേശം മാത്രം. ബാക്കിയുള്ള സിനിമകളൊക്കെ പരാജയപ്പെട്ടു. ശരിക്കും പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വലിയ തട്ടിമുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലങ്ങളൊക്കെ മാറി. അപ്പോൾ മമ്മൂക്കൊക്കെ മനസ്സിലായി തിക്കുമുട്ട് പിള്ളേരെ തിക്കും തിരക്കൊക്കെ ആയിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ മമ്മൂക്ക എന്തായാലും വിചാരിച്ചു മെയ് 23 സിനിമ വരാൻ പോകണം. അപ്പോൾ ഈ വരുന്ന മെയ് 23 നമ്മുടെ ടർബോ എന്ന സിനിമ വേൾഡ് വൈഡായിട്ട് ഇറങ്ങാൻ പോവാണ്. മകനായിട്ടുള്ള ദുൽഖർ സൽമാനാണ് സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ആൻഡോ ജോസഫ് അല്ല. വേഫർ റിലീസാണ് സിനിമ വേൾഡ് വൈഡ്. അത് എല്ലാ രീതിയിലും ആൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 500 തിയേറ്റർ, 450-500 തിയേറ്ററിൽ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും 100% ഉറപ്പുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ടർബോ. അപ്പോൾ മമ്മൂക്കയുടെ ഫാൻസ് എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ മാത്രമല്ല, മറ്റുള്ളവർ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. എന്തായാലും മമ്മൂക്കയുടെ തീരുമാനം തെറ്റാറില്ല. കുറേ നാളുകളായിട്ട് 3-4 കൊല്ലമായിട്ട് മമ്മൂക്കയുടെ തീരുമാനം ഒന്നും തെറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് 100% വിശ്വാസമുള്ള സിനിമയാണ്. എന്തായാലും ആ മൂഡിൽ തന്നെ പോകണം. അല്ലാതെ ഇത് അവാർഡ് വളരെ എന്താ പറയുക ബ്രഹ്മയുഗം അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിന്ന് പോയി കാണരുത് ആരും. സാധാരണ തിരിച്ചമറിച്ച് നമ്മൾ പറയാറ്. അപ്പോൾ ഇത് അടിച്ചുപൊളി പടമാണ്. ഇതിൽ എന്താ പറയുക മറ്റുള്ള വികാരങ്ങളൊക്കെ മാറ്റി വെച്ച് പോകണം. ഇനി കുറ്റം പറയാൻ വേണ്ടി പോയി ഒരു ഇടിക്ക് പറന്നു പോയി എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഈ സിനിമയിൽ ഒരു ഇടിക്ക് പറന്നൊക്കെ പോകും. അപ്പോൾ അതൊന്നും കുറ്റം പറയാനിരുന്നിട്ട് മോഹൻലാൽ ഫാൻസുകാരും മറ്റുള്ളവർ കുറ്റം പറയാൻ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ സിനിമയിൽ ഒരു ഇടിക്കൊരു ഒരാൾ പറന്നു പോകും. അത് മമ്മൂക്കനെ അതേപോലെ കാണിക്കുന്ന സിനിമയാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തകർത്ത് പൊരിക്കാൻ പോകുന്ന സിനിമയാണ്. അപ്പോൾ ആ മൂഡിൽ തന്നെ പോവുക. എന്തായാലും സിനിമ 100 കോടി അടിച്ചിട്ടേ ഇരിക്കുള്ളൂ. 100 കോടിയിലെ കഥയൊന്നും പറയണ്ടെന്ന് എല്ലാവരും പറയും. എന്നാലും നമുക്കത് പറയണമല്ലോ. കാരണം മമ്മൂക്കയ്ക്ക് ഇതുവരെ 100 കോടി കിട്ടിയില്ല എന്നാണ് കുറേ ഞരമ്പന്മാരുകൾ തുള്ളുണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ടർബോ എന്ന് പറഞ്ഞാൽ 100 കോടി അടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ തൃശ്ശൂരിൽ നിന്നും വേറെന്താ വിശേഷം? എല്ലാവരും ഗുഡ് നൈറ്റ്.